ആക്രമണത്തിലൂടെ ശത്രുവിനെ പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. ആക്രമണത്തിൽ ലക്ഷ്യമിട്ടത് ഇസ്രായേലിന്റെ സൈനിക താവളങ്ങളായിരുന്നുവെന്നും ഇബ്രാഹിം റൈസി വെളിപ്പെടുത്തി. ഇസ്രായേലിനെതിരെ ആദ്യമായി നേരിട്ട് നടത്തിയ സൈനിക ആക്രമണത്തിന് പിന്നാലെയായിരുന്നു പ്രസിഡന്റിന്റെ പ്രതികരണം. പ്രത്യാക്രമണം നടത്തിയാൽ യുദ്ധം കനത്തതാകുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നു. സയനിസ്റ്റ് ഭരണകൂടമോ അല്ലെങ്കിൽ അവരെ പിന്തുണക്കുന്നവരോ അശ്രദ്ധമായി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിർണായകവും വളരെ ശക്തമായതുമായ മറുപടി ലഭിക്കുമെന്നും റൈസി വ്യക്തമാക്കി. ആക്രമണം നടത്തിയ സൈന്യത്തെ പ്രശംസിച്ച അദ്ദേഹം ഇസ്രായേലിനെതിരായ ആക്രമണം അവസാനിപ്പിച്ചെന്നും പ്രഖ്യാപിച്ചു. ഇബ്രാഹിം റൈസിയുടെ പ്രതികരണത്തിനു പിന്നാലെ ഇറാൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബഖേരിയും സൈനിക നീക്കം അവസാനിപ്പിച്ചതായി വ്യക്തമാക്കി. ഇസ്രായേലിനെതിരായ സൈനിക ഓപ്പറേഷൻ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അവസാനിച്ചു. ഇനി ഇസ്രായേൽ പ്രതികരിച്ചാൽ മാത്രം മറുപടിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ F-35 വിമാനങ്ങൾ പറന്നുയർന്ന എയർബേസും ഒരു ഇന്റലിജൻസ് സെന്ററും ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ തിരിച്ചടിയെന്ന് ബഖേരി വെളിപ്പെടുത്തി. ആ രണ്ട് കേന്ദ്രങ്ങളും തകർത്ത് തരിപ്പണമാക്കിയതായി അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ ആക്രമണത്തിൽ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഇറാന്റെ ആക്രമണം. ഇറാനിൽ നിന്നും സഖ്യരാജ്യങ്ങളിൽ നിന്നുമാണ് ഡ്രോൺ തൊടുത്തത്. അതേസമയം അമേരിക്കൻ സമ്മർദ്ദവും മന്ത്രിസഭാംഗങ്ങൾക്കിടയിലെ അഭിപ്രായ ഭിന്നതയും മുൻനിർത്തി ഇറാനെതിരായ പ്രത്യാക്രമണത്തിൽ നിന്നും തൽക്കാലം പിൻവാങ്ങാൻ ഉറച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അമേരിക്ക നൽകിയ കർശന മുന്നറിയിപ്പാണ് പ്രത്യാക്രമണ നീക്കം സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളുന്നതിൽ പ്രധാന വിലങ്ങുതടിയായതെന്നാണ് റിപ്പോർട്ടുകൾ. മിസൈൽ ആക്രമണത്തിനു പിന്നാലെ പലവട്ടം യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം ചേർന്നെങ്കിലും ഇറാൻ ആക്രമണത്തിലുള്ള തിരിച്ചടി സംബന്ധിച്ച് തീരുമാനത്തിലെത്താൻ ഇസ്രായേലിനായിട്ടില്ല. മേഖലയെ അപ്പാടെ ബാധിക്കുന്ന ഗുരുതര സാഹചര്യം സൃഷ്ടിക്കുന്നത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും താൽപ്പര്യങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ നെതന്യാഹുവിനെ അറിയിച്ചിരുന്നു. യുദ്ധവ്യാപനത്തിന് തുനിയരുതെന്നും നല്ലതുപോലെ ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നും ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ തങ്ങൾ പങ്കാളിയാകില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ തിരിച്ചടിച്ചാൽ മേഖലയിൽ പ്രത്യാഘാതം ഭയാനകമായിരിക്കുമെന്ന് ഇറാൻ, റഷ്യ വിദേശകാര്യമന്ത്രിമാരും വ്യക്തമാക്കിയിരുന്നു.